Auditorium, 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 auditorium. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت فإنما توفون أجورهم يوم القيامة فمن زهزح عن النار وأدخل الجنة فقد فاز. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. കബറെന്നു കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ട് നീ കരയേണ്ടതാ, മെത്തേക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. ഏറ്റവും ബഹുമാനാദരണീയരായ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, നാം ഒരു നീണ്ട യാത്രയിലാണ്. നാം എല്ലാവരും നീണ്ട യാത്രയിലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കുൻ ഫിദ്ദുനിയാ കഅന്നക ഖരീബ് ഔ ആബിറു സബീൽ വഅദ്ദു നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഓ മനുഷ്യ, നീ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് നീയൊരു വിദേശിയെ പോലെയാകണം, നീയൊരു പ്രവാസിയെ പോലെയാകണം. മാത്രമല്ല, നീയൊരു യാത്രക്കാരനെ പോലെയാകണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഅദ്ദു നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരവും ഖബറിൽ കൊണ്ടുപോയി വെക്കാനുണ്ടെന്ന ബോധം വേണേ. അത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. നമ്മളുണ്ടാക്കി വെച്ച വീട്, ആ വീട് നമ്മളിവിടെ വിട്ടേച്ച് പോവുകയാണ്. നമ്മൾ ഇവിടെ സമ്പാദിച്ചത് മുഴുവനും നമ്മളിവിടെ വിട്ടേച്ച് പോവുകയാണ്. അതുകൊണ്ടല്ലേ ഒരു ഉമ്മ പ്രസവിച്ച ഉടനെ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കപ്പെടുമ്പോൾ ആ കുട്ടിയുടെ രണ്ട് കൈകളിലെയും വിരലുകൾ ചുരുട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കാരണം എന്തേ? ഈ ലോകത്തുള്ളത് മുഴുവനും വാരിക്കൂട്ടണമെന്ന വലിയ ചിന്തയാണ്. അതേസമയം ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകുമ്പോയോ, ദുനിയാവിലേക്ക് വരുമ്പോൾ ചുരുട്ടിപ്പിടിച്ച കൈ മലരുകയാണ്, മലർത്തപ്പെടുകയാണ്. എന്താണതിൻ്റെ അർത്ഥം? ഇവിടെ സമ്പാദിച്ചത് മുഴുവനും ഇവിടെ വിട്ടേച്ച് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷാ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ലോകത്തോട് വിട പറയുന്നത്. ആയിഷാ ബിവിയുടെ മാറിടത്തേക്ക് തലവെച്ച് കിടക്കുന്ന സമയത്താണ് ലോകത്തിൻ്റെ നേതാവ്, ലോകത്തിൻ്റെ നായകൻ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നത്. ആ ആയിഷാ ബിബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ സക്കറാത്തിന്റെ സമയത്ത് ആയിഷ ബിവിയോട് ആവശ്യപ്പെടുകയാണ്,
ഒരു വെള്ളം നിറച്ച പാത്രം എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവച്ച് തരണം. അതാ ആയിഷ ബീവി ഒരു വെള്ളം നിറച്ച പാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി വെക്കുകയാണ്. നബി തങ്ങൾ എന്ത് ചെയ്തു? അതാ നബി തങ്ങൾ തൻ്റെ കൈ ആ വെള്ളത്തിലേക്ക് അങ്ങിട്ടു. നല്ല വെള്ളമാണ്. ആ വെള്ളമെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മുഖമങ്ങ് തടവിയിട്ട് പറയുകയാണ്, മരണത്തിലും വല്ലാത്ത വേദനയുണ്ട് കേട്ടോ. ചോദിക്കട്ടെ, സ്വർഗത്തിൻ്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കുന്ന ലോകത്തിൻ്റെ നേതാവ്, ലോകത്തിൻ്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഭവം ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹ് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അല്ലാഹുവേ, പാപിയാണ്, ദോഷിയാണ് ഞങ്ങൾ മരണത്തിൻ്റെ സമയം നീ നല്ല സമയമാക്കി തരണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രഭാഷണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.